തെയ്യം വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒരു പ്രധാന അനുഷ്ഠാന കലയാണ് തെയ്യം. ദൈവം എന്ന വാക്കിൻ്റെ തദ്ഭാവമാണ് തെയ്യം. ദേവതകളെയും പുരാണ കഥാപാത്രങ്ങളെയും വീരപുരുഷന്മാരെയും തെയ്യക്കോലങ്ങളിലൂടെ ആരാധിക്കുന്നു. തെയ്യം കെട്ടിയാടുന്ന സമയത്ത് ആ കോലങ്ങളിൽ ദൈവം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. വിശ്വാസികൾ തങ്ങളുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും തെയ്യത്തെ അറിയിച്ച് അനുഗ്രഹം തേടുന്നു. വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാന കലയെ തെയ്യം നമ്മുടെ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ വളരെ വിരളമായി കാണുവാൻ സാധിക്കാറുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ 23 നമ്മുടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള കീഴം പുളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ തെയ്യം നടക്കുകയുണ്ടായി. ഘണ്ടാകർണൻ, തീച്ചാമുണ്ടി, രക്തേശ്വരി, ശാസ്തപ്പൻ, വസൂരിമല ഈ തെയ്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആദ്യമായാണ് തെയ്യക്കോലങ്ങളെ ഇത്ര അടുത്ത് കാണുവാൻ സാധിക്കുന്നത്. ദൈവം കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന തെയ്യക്കോലങ്ങളുടെ അടുത്ത് ചെന്ന് നമ്മുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പറഞ്ഞ് അനുഗ്രഹം വാങ്ങുവാനുള്ള അവസരവും ലഭിച്ചു. എല്ലാം ഭഗവാൻ ഏത് ഘട്ടത്തിലും തന്നെയാകുന്ന സാക്ഷാൽ വൈകുണ്ഠനാഥന്റെ പ്രതിരൂപമാണ് തീച്ചാമുണ്ടി. പ്രഹ്ലാദനെ രക്ഷിക്കാൻ അഗ്നിപ്രവേശനം നടത്തി ഭഗവാനെ പരിഹസിച്ച അഗ്നിദേവന്റെ അഹങ്കാരം ശ്രമിച്ച് അഗ്നിയിൽ നൃത്തം ചെയ്യുന്ന മഹാവിഷ്ണുവിന്റെ പ്രതിരൂപമായ തീച്ചാമുണ്ടിയുടെ അതിതീവ്രമായ അനുഷ്ഠാനങ്ങളുടെ മൂർത്തിഭാവമാണ്. അഗ്നി കൊണ്ടുപോയി പുറകരുതാത്ത മൃതശുദ്ധിയുമായി ഈ രൗദ്രരൂപത്തെ വലിയ കോലത്തിലേക്ക് ആഹ്വാനിച്ച് കണ്ണാടി നിർത്തിച്ചവിട്ടി വിഷ്ണു പണിക്കർ പയ്യനും സോമരം കന്യായി കാണാം. എല്ലാം ഭഗവാനെ സമർപ്പിച്ച ഭക്തനും യൂതുഘട്ടത്തിലും തുടങ്ങാനുള്ള സാക്ഷാൽ ഓരോ തെയ്യം കെട്ടിയാടുമ്പോഴും അത് ദർശിക്കുന്ന ഭക്തർക്ക് ലഭിക്കുന്ന ഫലസിദ്ധിയും വ്യത്യസ്തമാണ് എന്നാണ് വിശ്വാസം. നമുക്ക് ഓരോ തെയ്യക്കോലങ്ങളുടെയും ഫലസിദ്ധിയെപ്പറ്റി നോക്കാം. ഘണ്ടാകർണൻ സാക്ഷാൽ കൈലാസനാഥന്റെ തുടയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഉഗ്രരൂപിയായ ഘണ്ടാകർണൻ തെയ്യക്കോലം കെട്ടിയാടുന്നത് കടുത്ത ബാധാദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും നാവേറ് ദോഷങ്ങളും അകറ്റി ദേശത്തിന്റെ പെരുമ വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. അടുത്തത് തീച്ചാമുണ്ടി തെയ്യത്തെ പറ്റി നോക്കാം. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച ഭക്തന് ഏതു ഘട്ടത്തിലും തുണയാകുന്ന സാക്ഷാൽ വൈകുണ്ഠനാഥന്റെ പ്രതിരൂപമാണ് തീച്ചാമുണ്ടി. പ്രഹ്ലാദനെ രക്ഷിക്കാൻ അഗ്നിപ്രവേശം നടത്തിയ ഭഗവാനെ പരിഹസിച്ച അഗ്നിദേവന്റെ അഹങ്കാരം ശമിപ്പിച്ച് അഗ്നിയിൽ നൃത്തം ചെയ്ത മഹാവിഷ്ണുവിന്റെ പ്രതിരൂപമായ തീച്ചാമുണ്ടി തെയ്യക്കോലത്തെ അതിതീവ്രമായ അനുഷ്ഠാനങ്ങളുടെ മൂർത്തിഭാവമായാണ് കണക്കാക്കുന്നത്. അഗ്നി കൊണ്ടുപോലും പൊള്ളലേൽക്കാത്ത വ്രതശുദ്ധിയുമായി ഈ രൗദ്രഭാവത്തെ തെയ്യക്കോലത്തിലേക്ക് ആവാഹിച്ച് കനലാടി നൃത്തം ചവിട്ടി അനുഗ്രഹം ചൊരിയുന്ന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഏവർക്കും അഷ്ടൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. അടുത്ത തെയ്യക്കോലം രക്തേശ്വരി തെയ്യക്കോലമായിരുന്നു. 10-ാമതേ പുണ്യദിനത്തിൽ കലശമാടി വർദ്ധിത ചൈതന്യത്തോടെ ഉത്സവലഹരിയിൽ ആനന്ദസ്വരൂപിണിയായി വാണരുളുന്ന പുളിയാമ്പള്ളി അമ്മയുടെ പ്രതിരൂപമാണ് രക്തേശ്വരി തെയ്യക്കോലം. രക്തേശ്വരിയായി ഭക്തർക്ക് മുഖാമുഖം ദർശനം നൽകുന്ന അമ്മയോട് സങ്കടങ്ങൾ ഉണർത്തിച്ച് അനുഗ്രഹം വാങ്ങുന്നതിലൂടെ സമ്പൽ സമൃദ്ധിയും സമാധാനവും കളിയാടുന്ന ഒരു വർഷം അമ്മ സമ്മാനിക്കുമെന്നാണ് ഭക്തജനങ്ങളുടെ അനുഭവ സാക്ഷ്യം. വർഷങ്ങൾ നീണ്ട ഉപാസനയുടെയും തലമുറകളുടെ അനുഭവ സമ്പത്തും എണ്ണമറ്റ കളിയാട്ടങ്ങളുടെ നേർസാക്ഷ്യവും പേറുന്ന രാജേഷ് പണിക്കർ അഞ്ചരക്കണ്ടിയായിരുന്നു രക്തേശ്വരി കോലധാരി.
അടുത്തത് ശാസ്തപ്പൻ തെയ്യക്കോലമായിരുന്നു. കാളകട്ടച്ചൻ്റെ ഹോമകുണ്ടത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഉഗ്രസ്വരൂപനായ ശാസ്തപ്പൻ തെയ്യക്കോലം ശത്രു സംഹാരകനായും അറിയപ്പെടുന്നു. എത്ര കൊടിയ ശത്രുബാധയും ദോഷങ്ങളും ശാസ്തപ്പൻ്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകും എന്നാണ് വിശ്വാസം. കോലധാരി അനീഷ് പണിക്കരായിരുന്നു. ശാസ്തപ്പൻ തെയ്യക്കോലം ദർശിക്കുന്നതിൻ്റെ ഫലം ശത്രുബാധയും ദോഷങ്ങളും അകറ്റുവാൻ ഉത്തമമാണെന്നാണ് വിശ്വാസം. വസൂരിമാല തെയ്യക്കോലമായിരുന്നു ഞങ്ങളവിടെ ദർശിച്ച അവസാന തെയ്യക്കോലം. കൊടുങ്ങല്ലൂരമ്മയുടെ പ്രതിരൂപമാണ് വസൂരിമാല തെയ്യക്കോലം. ദാരിക നിഗ്രഹത്തിന് ശേഷം കണ്ണിലെ കോപം കൊണ്ട് ജ്വലിക്കുന്ന അഗ്നി ശമിച്ച് ശാന്തസ്വരൂപിണിയായി വാണരുളുന്ന അമ്മയുടെ പ്രസന്നഭാവമാണ് വസൂരിമാല തെയ്യക്കോലം. വസൂരിയെ ശമിപ്പിച്ച് ദിവ്യചൈതന്യത്തിൻ്റെ ഉറവിടമായ വസൂരിമാല തെയ്യം ദർശിച്ച് തൊഴുന്നത് എത്ര വലിയ മാറാവ്യാധിയെയും ശമിപ്പിച്ച് ഭക്തർക്ക് ശാന്തിയും സമാധാനപൂർണവുമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് വിശ്വാസം. രജനീഷ് പണിക്കരായിരുന്നു കോലധാരി. വസൂരിമാല ദർശനം പലവിധ രോഗപീഡയാൽ വലയുന്ന ഭക്തർക്ക് രോഗശാന്തി നൽകുന്നു. ദുരിതം അനുഭവിക്കുന്ന ഭക്തജനങ്ങൾക്ക് അമ്മയെ നേരിട്ട് സങ്കടം ഉണർത്തിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു തെയ്യമൊന്ന് നേരിട്ട് കാണുക എന്നുള്ളത്. മുൻപൊരിക്കൽ വരാഹിദേവി ക്ഷേത്രത്തിൽ നടന്ന വരാഹി തെയ്യം നേരിട്ട് കാണുകയും അതിൻ്റെ കാഴ്ചകളെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള കീഴിലം എന്ന ഗ്രാമത്തിലുള്ള പുളിയാമ്പുള്ളി ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ തെയ്യം അരങ്ങേറിയത്. എല്ലാ വർഷവും 10-ാം ഉദയത്തിന് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് ഇതുപോലെ തെയ്യം ഇവിടെ അരങ്ങേറാറുണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. തെയ്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമുക്ക് കണ്ട് ആസ്വദിക്കണമെങ്കിലും പകർത്തണമെങ്കിലും കണ്ണൂരോ കാസർഗോഡോ പോകേണ്ടി വരും. ഇവിടെ വളരെ കുറച്ചു നേരം മാത്രമേ തെയ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കിട്ടിയ കാഴ്ചകളെല്ലാം മാക്സിമം ഞാൻ പകർത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.